അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് പഠിച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെ ഇണയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ നമ്മളെ അമ്മാനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്ന് പഠിച്ചു. ആദം നബി അലൈഹിസ്സലാമിന് ഹവ്വാ ബീവിയെ വിവാഹം ചെയ്യണമെന്നുണ്ടായി. ആ സന്ദർഭത്തിൽ മലക്കുകൾ പറഞ്ഞു, മഹറില്ലാതെ വിവാഹം നടക്കൂല, അതുകൊണ്ട് മഹർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാക്ക് മഹർ കൊടുത്തത് ആദം നബിയുടെ സന്താന പരമ്പരയിൽ വരുന്ന ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയായിരുന്നു. ആദം നബി മരിക്കണതിന്റെ സമയത്ത് 1,00,000 പേരെ കുട്ടികളുണ്ടായിരുന്നു. ആദം നബി അലൈഹി സ്വലാം വഫാത്താവാനായപ്പോഴേക്ക് മഹാനവറുകൾക്ക് 1,00,000 പേരെ കുട്ടികളുണ്ടായി എന്നതാണ് ആദം നബി അലൈഹി സ്വലാമിന്റെ വിജയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തായിരുന്നു മഹർ എന്നതാണ് അവരുടെ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആദം നബി അലൈഹി സ്വലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ആദ്യമായി ഇണചേർന്നത് ഭൂമിയിൽ വന്നതിന് ശേഷം ദുൽഹിജ്ജ 9 അറഫയിലായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇണചേരൽ പഠിപ്പിച്ചതിന്റെ ശേഷമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ദുൽഹിജ്ജ 9 അറഫ ദിവസം എന്ന് പറയുന്നത്. അറഫ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ഭൂമിയിൽ വന്നതിന് ശേഷം അവിടുന്നാണ് കണ്ടുമുട്ടിയത് എന്നതാണ് അറഫന്റെ പ്രത്യേകത. ദുൽഹിജ്ജ 8 ആ സ്ഥലം ആടിനെ നോക്കാൻ പറ്റിയ സ്ഥലമാണ്. ദുൽഹിജ്ജ 11 ആ സ്ഥലം ഒട്ടകത്ത് നോക്കാൻ പറ്റിയ സ്ഥലമാണ്. ദുൽഹിജ്ജ 9 ഉച്ചയ്ക്ക് ശേഷം അവിടെ ദ്വാരനാൽ ഇജാബത്തുള്ള സ്ഥലമാണ്. എന്തേ പ്രത്യേകത? നബിതങ്ങളുടെ മേൽ മഹറായിട്ട് സ്വലാത്ത് ചൊല്ലി മഹർ കൊടുത്ത ആദം വല്ലിപ്പ എന്ന പുതിയാപ്പിളയും ഹവ്വാ വല്ലിമ്മ എന്ന പുതിയെണ്ണും കൂടിയും ഭൂമിയിൽ വന്നാദ്യമായി കണ്ടുമുട്ടുകയും അവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് ഇണചേരാൻ പഠിപ്പിക്കുകയും ചെയ്ത സ്ഥലമാണ് അറഫ എന്നതാണ് അറഫയുടെ പ്രത്യേകത. കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ എന്ന് മാത്രമല്ല, ബിസിനസ് വിജയിക്കണമെങ്കിലും അങ്ങനെ തന്നെയാണ്, ആഫിയത്ത് ഉണ്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ്, കുട്ടികൾ നന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സ്ഥാപനം വിജയിക്കണമെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് സംഗതി വിജയിക്കണമെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അത് വിജയിക്കുക, അല്ലേ പരാജയപ്പെടും. മുഅ്മിനിന്റെ വിജയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാരായി അറിയപ്പെടുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. മുഅ്മിനീങ്ങളുടെ വാപ്പയായി അറിയപ്പെടുന്ന ഒരാളാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. കാരണം നബിതങ്ങൾ ഇബ്രാഹിം നബിനെ എൻ്റെ വാപ്പ എന്ന് പറഞ്ഞിട്ടുണ്ട്. മില്ലത അബീകും ഇബ്രാഹിമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ അന ഫീ മില്ലത്തി അബീ ഇബ്രാഹിം. ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിം നബിൻ്റെ മാർഗത്തിലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ വാപ്പ എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബിനെ കുറിച്ചാണ്. മുഅ്മിനീങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന നബി തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ്. ആയിഷത്തും വ ഹഫ്സത്തും വ സൗദ സഫിയത്തും മൈമുനത്തും വ റംല ഹിന്ദും വ സൈനബും കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. മുഅ്മിനീങ്ങളുടെ ഉമ്മമാരായി അറിയപ്പെടുന്ന ആൾക്കാർ. അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന സമയത്ത് ഞമ്മക്ക് 9 ഉമ്മമാര് ഹയാത്തിലുണ്ട്. നബിതങ്ങൾ 11 വിവാഹം കഴിച്ചിട്ടുണ്ട്. നബിതങ്ങൾക്ക് എല്ലാ കുട്ടികളും ഉണ്ടായത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിലാണ്. ഇബ്രാഹിം എന്ന ഒരു ആൺകുട്ടി മാത്രം മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീയിലുണ്ടായി. ബാക്കിയുള്ള എല്ലാ ഭാര്യമാരിലും മക്കളുണ്ടായില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് ആദ്യം വിവാഹം കഴിച്ചത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം വീട്ടിലെന്തേലും പ്രധാനപ്പെട്ട സൽക്കാരങ്ങളോ ഒരാടിനറുക്കെ ഒരു കോയിനറുക്കെ ഒക്കെ ചെയ്താൽ അതിൻ്റെ നല്ലൊരു കുറകെടുത്തിട്ട് നബിതങ്ങൾ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഖദീജ ബീവിൻ്റെ കൂട്ടുകാരികൾക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തേക്കും. ഒരു ദിവസം ഇത് വല്ലാതെ ഓവറായ പൊരീസ ആയിഷ ബീവി ചോദിച്ചു, നബിയെ
നിങ്ങളിങ്ങനെ എപ്പോഴും ഖദീജ ഖദീജ ഖദീജാന്റെ കൂട്ടുകാരികൾ ഖദീജക്ക് വേണ്ടപ്പെട്ടവർ എന്നൊക്കെ പറയലുണ്ടല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായിരുന്ന ഖൗല ബീവി റളിയല്ലാഹു അൻഹയാണ് നബി തങ്ങൾക്ക് രണ്ടാമത്തെ വിവാഹം ഉണ്ടാക്കിയത്. അങ്ങനെ നബി തങ്ങൾ എപ്പോഴും ഖദീജ ബീവിയുടെ കുടുംബമായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇതിങ്ങനെ കണ്ടപ്പോൾ അതൊരു തള്ളയായിരുന്നില്ല നബിയെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു. ഖദീജയേക്കാൾ ഖൈറായ ധാരാളം ഭാര്യമാർ നിങ്ങൾക്ക് വേറെയും ഉണ്ടായിട്ടില്ലയോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖദീജ വലദത്തിനി ഇബ്നഹ, ഖദീജ എനിക്ക് കുട്ടികളെ പ്രസവിച്ചു തന്നു. ബാക്കിയുള്ള ആരും എനിക്ക് മക്കളെ പ്രസവിച്ചു തന്നിട്ടില്ല. നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും എത്ര തള്ളയാലും ഖദീജന്റെ കുട്ടികളമ്മയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ് ഈ ചരിത്രത്തിൽ മനസ്സിലാകുന്നത്. കുട്ടികളമ്മ എന്ന് പറഞ്ഞത് വലിയൊരു സ്ഥാനമാണ്. ഒരു പെണ്ണിന് എല്ലാ സ്ഥാനവും ലഭ്യമാകുന്നത് പ്രസവത്തോടുകൂടിയാണ്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിന്റെ കൂലി അവൾക്ക് എഴുതപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. പ്രസവിക്കാത്തവർക്കൊരു മഹത്വമില്ല എന്ന് ഞാൻ പറയണില്ല. പ്രസവിക്കുന്നവരെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മക്കളെ നോക്കലാണ്. എന്നാൽ പ്രസവിക്കാത്തവരെ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. ആയിഷ ബീവി പ്രസവിച്ചിട്ടില്ല, എന്നാൽ ലോകം അറിയപ്പെട്ട പണ്ഡിതയാണ് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. 2600-ലധികം ഹദീസുകൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ അടുക്കൽ നബി തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് ജിബ്രീൽ അലൈഹിസ്സലാം വേറെ ഒരു ഭാര്യയുടെ കൂടെ നബി തങ്ങൾ കിടക്കുമ്പോഴും വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശരീരവും ചേർന്ന് കിടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാതെ കിടക്കുന്ന സമയത്ത് വഹിയുമായി സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു തവണയല്ല, പല തവണ. ആയിഷ ബീവിന്റെ അടുത്തേക്ക് മാത്രമാണ് വഹിയേറ്റ് പോകാൻ പറ്റിയ സ്ഥലമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന് മനസ്സിലായിരുന്നു എന്നതാണ് അതിന്റെ രഹസ്യം. അപ്പോ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടാവും. കുട്ടികളുള്ളവരുടെ ഡ്യൂട്ടിയാണ് നമ്മൾ പറയുന്നത്. കുട്ടികളില്ലാത്തവരുടെ ഡ്യൂട്ടി എന്താന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ അതിൽ വേഗം വിജയിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കുട്ടികൾ ഉണ്ടാകുക ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത് ആൾക്കാരെന്താ പറയാന്നുള്ളതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. മക്കളില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. കല്യാണത്തിന് പോകാൻ പറ്റൂല, സൽക്കാരത്തിന് പോകാൻ പറ്റൂല, വിരുന്ന് പോകാൻ പറ്റൂല. ആൾക്കാർ പറയും ഓക്ക് കുട്ടികളില്ലത്രേ, ഓന് കുട്ടികളില്ലത്രേ. അല്ലാതെ ഇപ്പം എന്തായാലും കുഴപ്പമുള്ളത് ഒന്നുമില്ലല്ലോ. ആ സ്ഥാനങ്ങളൊക്കെ വേറെ അമല് കൊണ്ട് നേടാൻ പറ്റും. ഏത് സ്ഥാനങ്ങളും വേറെ അമലുകളെ കൊണ്ട് നേടിയെടുക്കാവുന്നതാണ്. കുട്ടികളുള്ളവർക്ക് ഒരുപാട് തടസ്സങ്ങൾ പല കാര്യത്തിനുണ്ട്. ഉംറക്ക് പോകുമ്പോൾ കുട്ടികളെ കാര്യം നോക്കണം, ഹജ്ജിന് പോകുമ്പോൾ ഇനിയിപ്പോൾ കുട്ടികളെന്താ നാട്ടുകയെന്നൊന്ന് ആലോചിക്കണം, ഖുറാൻ ക്ലാസ്സിന് പോകുമ്പോൾ ഇനിയിപ്പോൾ കുട്ടികളെപ്പം എന്താ കാട്ടുകയെന്നൊന്ന് ആലോചിക്കണം. കുട്ടികളില്ലാത്തവർക്ക് ആദ്യം ഒരു കുഴപ്പമില്ല. ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, നാട്ടുകാർ കളിയാക്കുന്നത്. 2 വിഭാഗമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്നവർ. എന്നാൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് 2 വിഭാഗക്കാരാണ്. ഒന്ന്, കുട്ടികളില്ലാത്ത സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്നു. കുട്ടികളില്ലാത്തവർക്കൊരു മഹത്വം ഇല്ലെങ്കിൽ ആയിഷ ബീവിക്ക് ഒരു മഹത്വം ഉണ്ടാവില്ല, റംല ബീവിക്ക് ഒരു മഹത്വം ഇല്ല, സഫിയ ബീവിക്ക് ഒരു മഹത്വം ഇല്ല. നബി തങ്ങളുടെ ഭാര്യമാരിൽ ഖദീജ ബീവിക്ക് മാത്രമേ കുട്ടികളുള്ളൂ. കുട്ടികളില്ലാത്തവർക്ക് മഹത്വമുണ്ട്. എന്നാൽ കുട്ടികളുള്ളവർക്ക് വേറെ കുറെ മഹത്വങ്ങൾ ഉണ്ടെന്ന് മാത്രം. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ ആ പെണ്ണിന് 100 ഷഹീദിന്റെ കൂലി ഉണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വലിയ മഹത്തുള്ള കാര്യമാണ്. ഒരാള് അള്ളാഹുവിന് വേണ്ടി വിവാഹം കഴിച്ചാൽ അതിലവനൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വലിയ മഹത്വമുള്ള കാര്യം തന്നെയാണ്. ആ മഹത്വങ്ങളെ ഉൾക്കൊള്ളാൻ, ആ മഹത്വങ്ങൾക്കനുസരിച്ച് നീങ്ങാൻ
നമുക്ക് സാധ്യമാവുക എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ വലിയൊരു പ്രത്യേകത, ആദം നബി അലൈഹി ഇസ്ലാം മഹർ കൊടുത്തത് മുഹമ്മദ് നബിയുടെ മേലുള്ള സ്വലാത്താണ് എന്നുള്ളതാണ്. നബിതങ്ങളെ ഒരു വിഷയത്തിൻ്റെ മുന്നിൽ വെച്ചാൽ വിജയിക്കും. അനസ് റളിയല്ലാഹുവിനെ ഉമ്മ നബിൻ്റെ അടുത്ത് കൊണ്ടാക്കി. പിന്നെ അനസ് റളിയല്ലാഹുവിനെ കൂട്ടാൻ ഉമ്മ വന്നിട്ടില്ല. ഇടക്കിടക്ക് ഉമ്മാനെ കാണാൻ അനസ് റളിയല്ലാഹു അങ്ങോട്ട് പോകുമായിരുന്നു. ഉമ്മാനെ ഉമ്മു സുലൈം റളിയല്ലാഹുവിനെ അബൂ ത്വൽഹ വിവാഹം കഴിച്ചു. ഉമ്മു സുലൈം റളിയല്ലാഹു അബൂ ത്വൽഹയുടെ കൂടെ ഭാര്യയായി ജീവിച്ചു. അനസ് റളിയല്ലാഹു 10 കൊല്ലം നബിൻ്റെ ഒപ്പാണ് കഴിഞ്ഞത്. ജീവിതത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ ഉൾക്കൊണ്ട വലിയ മനുഷ്യനാണ് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആള്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ റബീഉൽ അവ്വൽ വന്നു പോയി, നമ്മളിൽ എന്ത് മാറ്റാണ്ടായത്? നമ്മളിലൊരു മാറ്റം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. റമദാൻ മാസം വരും, വന്നമാതിരി റമദാൻ മാസം പോകും. നമുക്ക് 2016 റമദാന് ഒരേമാതിരി തന്നെയാണ്, 17 റമദാന് ഒരേമാതിരി തന്നെ, 18 റമദാന് ഒരേമാതിരി ആണെങ്കിൽ ഇനി 19 റമദാനും കൂടി തരുന്ന എന്തിനാ ചോദിക്കണത്? ഒരാവശ്യമില്ല. 19 റമദാൻ ഷരീഫിൽ എന്തെങ്കിലും മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലല്ലേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. ഒരു കൊല്ലം ഏറെ കഴിയുമ്പോൾ ഒരു കൊല്ലത്തെ ഈമാൻ കൂടണം, ഒരു കൊല്ലത്തെ ഹിദായത്ത് കൂടണം. ഈമാൻ കൂടുന്ന സാധനമാണ്, കൂടണ എല്ലാ സാധനവും കുറയും ചെയ്യും. സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞിട്ടുണ്ട്, അൽ കഹ്ഫുകാരെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് വസിദ്നാഹും ഹുദാ, അവർക്ക് ഈമാനിനെ നാം കൂട്ടിക്കൊടുത്തു. ഈമാൻ കൂടുന്ന സാധനമാണ്, കൂടുന്ന എല്ലാ സാധനവും കുറയും. എന്തെല്ലാം സാധനം കൂടുമോ അതൊക്കെ കുറയും. പുതിയതാകുന്ന എല്ലാ സാധനവും പഴയതാകും. ഈമാൻ പുതിയതാകുന്ന സാധനമാണ്. പള്ളിക്കന്ന് വെള്ളിയാഴ്ച ദിക്റിന് ഇമാം ഇങ്ങനെ പറയുമ്പോൾ ജദ്ദിദൂ ഈമാനക്കും, നിങ്ങളെ ഈമാങ്ങൾ പുതിയതായിക്കാളി ബിലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലുണ്ടല്ലോ. പുതിയതാക്കിയില്ലെങ്കിൽ പഴയതാവും. അപ്പൊ ഇടക്കിടക്ക് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, പുതിയതാക്കണം ഇടക്കിടക്ക് ഈമാന്, അല്ലെങ്കിൽ പഴയതാവും. ഈമാൻ പുതിയതാകുന്നതാണ്, ഈമാൻ വർദ്ധിക്കുന്നതാണ്, ഈമാൻ കുറയുന്നതാണ്, ഈമാൻ പഴയതാകുന്നതാണ്, ഈമാൻ നന്നാകുന്നതാണ്, ഈമാൻ കേടുവരുന്നതാണ്. ഇതൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്. ഈമാൻ നന്നാവണം, ഈമാൻ പുതിയതാവണം, ഈമാൻ വർദ്ധിക്കണം. ഓരോ ദിവസം കഴിയും തോറും ഈ ക്ലാസ്സിന് വന്നതിനേക്കാൾ ഈമാന് ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടായെങ്കിലേ ക്ലാസ് കൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എത്ര ദൂരം നിന്ന് ഇവിടെ വന്നു, നിങ്ങളിവിടെ വലിയ മൈക്കൊക്കെ വെച്ചിട്ട് പന്തലൊക്കെ ഇട്ട് ഒരു ഉപകാരമില്ലാതെ പോകും. ക്ലാസ്സിന് വന്നതിനേക്കാൾ ഈമാൻ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാവണം. അപ്പോൾ ഈ ക്ലാസ് ഉപകാരപ്പെട്ടു. നമ്മുടെ ഓരോ ഉപദേശങ്ങളും നമ്മുടെ ഓരോ കേൾവിയും ഓരോ കാഴ്ചയും ഈമാൻ കൂടാനാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ നാം ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾക്ക് 2 പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ തന്നു. 2 പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ തന്നിട്ടാണ് പറഞ്ഞയച്ചത്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ അംശാജിൻ നബ്തലീഹി ലഖദ് ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യനെ നാം കലർത്തപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന് പടച്ചിരിക്കുന്നു. നബ്തലീഹി, ഓൻ എത്ര കണ്ട് ഈമാണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഫജഅൽനാഹു, അതിനു വേണ്ടി അവനെ നാം ആക്കിയിരിക്കുന്നു സമീഅൻ ബസീറ, കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനും ആക്കിയിരിക്കുന്നു. ഓരോ നോട്ടവും ഈമാൻ കൂടുന്ന നോട്ടാവണം, ഓരോ കേൾവിയും ഈമാൻ കൂടുന്ന കേൾവിയാവണം. എന്നാലേ നോട്ടം കൊണ്ട് കാര്യമുള്ളൂ, എന്നാലേ കേൾവി കൊണ്ട് കാര്യമുള്ളൂ. മഹത്തുക്കളായ ആളുകളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ജീവിതം നമുക്ക് സന്ദേശമാവണം എന്ന് പറയാനാ. വലിയൊരു സന്തോഷകരമായ ജീവിതം നയിച്ച ഒരാളുടെ ആണ്ടുമാസാണിത്. മകനെ കൊണ്ട് വിജയിച്ച ഒരാളുണ്ട്, അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഒരാൾ. ചില ആൾക്കാർ സ്വന്തത്തെ കൊണ്ടാണ് വിജയിക്കുക, ചിലർ ഭാര്യമാരെ കൊണ്ടാണ് വിജയിക്കുക, ചിലർ ഭർത്താക്കന്മാരെ കൊണ്ടാണ് വിജയിക്കുക, ചിലർ മക്കളെ കൊണ്ടാണ് വിജയിക്കുക. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ അക്കാലത്തെ രാജാവ് റബീ എന്ന് പറയുന്ന മനുഷ്യൻ വിവാഹാലോചന നടത്തി. റബീ നല്ല സ്വാലിഹായ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ് റബീ. റാബിയത്തുൽ അദവിയ്യയുടെ കാലത്ത് അന്നത്തെ രാജാവാണ് റബീ. റബീ വിവാഹാലോചന നടത്തിയപ്പോ സയ്യിദത്തുനാ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നെ നിങ്ങൾ എന്തിനാ വിവാഹാലോചന നടത്തുന്നത്? എനിക്കങ്ങനെ ഭാര്യയായിട്ട് കഴിയാനൊന്നും കഴിയൂല.
ഭർത്താവിനാവശ്യമായ ഒരു കാര്യം ചെയ്തുതരാൻ എന്നെ കൊണ്ടാവൂല എന്ന് പറഞ്ഞപ്പോൾ റബീ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, എല്ലാ സൗകര്യങ്ങളും എനിക്കുണ്ട്. ഒരു സാലിഹത്തായ സ്ത്രീയുടെ ഭർത്താവുക എന്നത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. റാബിയത്തുൽ അദവി അപ്പോൾ പറഞ്ഞു, എന്തായാലും എൻ്റെ ഭർത്താവ് എന്ന നിലയിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കേണ്ടി വരൂലേ എന്ന് ചോദിച്ചു. അത് വേണ്ടിയിരുന്നു പറഞ്ഞു. എന്നാൽ അതിന് എൻ്റെ ഖൽബ് വിശാലതയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ട് ഇനി വേറെ ആളെ സ്നേഹിക്കാൻ എൻ്റെ ഖൽബിൽ സ്ഥലമില്ല, അതുകൊണ്ട് കല്യാണം വേണ്ട എന്ന് പറഞ്ഞു സയ്യിദത്തുന റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. ഞാൻ പറയണത്, ഭർത്താക്കന്മാർ കൊണ്ട് വിജയിക്കണവരുണ്ട്, ഭാര്യമാരെ കൊണ്ട് വിജയിക്കണവരുണ്ട്, മക്കളെ കൊണ്ട് വിജയിക്കണവരുണ്ട്, വാപ്പാനെ കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരുണ്ട്, ഉമ്മാനെ കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരെ കൊണ്ടാണ് വിജയിക്കുന്നത്. ഉമ്മയെ കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരുണ്ട്. സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലെ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഒരധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്. സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ സൂറത്തിലെ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങളാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മകനെ, അള്ളാഹുവിനോട് നീ പങ്കു ചേർക്കരുത് ട്ടോ. കുറേ ഉപദേശങ്ങളുണ്ട്. വലാ തംശി ഫിൽ അർദി മറഹ, ഭൂമിയിൽ ചാടിക്കളിച്ചിങ്ങാണ്ട് നടക്കരുത് ട്ടോ. കുറേ ഉപദേശങ്ങൾ കൊടുത്തു സയ്യിദുനാ ലുഖ്മാൻ തൻ്റെ മകന് റളിയല്ലാഹു അൻഹു. വേറെയും അള്ളാന്റെ ദുനിയാവിൽ ഒരുപാട് വാപ്പാര് മക്കൾക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടല്ലോ, അതൊന്നും ഖുർആനിലില്ലല്ലോ. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു നബിയാണോ എന്നുള്ള വിഷയത്തിൽ സംശയമുള്ളൂ, ഉറപ്പില്ല. അങ്ങനത്തെ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം പരിശുദ്ധമായ ഖുർആനിൽ വന്നു. വേറെ ഒരുപാട് വാപ്പാര് മക്കൾക്ക് ഉപദേശം കൊടുത്തു, അതൊന്നും വന്നില്ല. എന്തേ കാരണം? ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മാനെ നല്ലോണം നോക്കി എന്നുള്ളതാണ് കാരണം. സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു ഉമ്മ ഉണ്ടായിരുന്നു, വയസ്സായ ഒരു ഉമ്മ. ഉമ്മാനെ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു നല്ലോണം നോക്കിയിരുന്നു. എന്നും രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉമ്മാനോട് ചോദിക്കും, ഉമ്മ വൈകുന്നേരത്ത് ഞാൻ വരുമ്പോൾ ഉമ്മാക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കും. ഉമ്മ എന്തേലും ഒന്ന് പറയും, അത് കൊടുന്നു കൊടുക്കും. ഉമ്മാക്ക് പ്രായമായപ്പോൾ അങ്ങനെ വലിയൊരു സുഖമില്ലാത്ത വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം രാവിലെ ലുഖ്മാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഇന്ന് വൈകുന്നേരം ലുഖ്മാൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, മോനെ ഇന്ന് വൈകുന്നേരത്ത് വരുമ്പോൾ എൻ്റെ കുട്ടി സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ടുകൊണ്ട് പറഞ്ഞു. സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ടുകൊണ്ട് പറഞ്ഞു. ഉമ്മാന്റെ കാലിൻ്റെ ഓട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പിടി മണ്ണ് എടുത്തുകൊണ്ട് ലുഖ്മാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇതന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് എന്ന് പറഞ്ഞു. ആ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന് മകനെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടായി. അതിന്റെ കാരണം ഉമ്മാനെ നോക്കി എന്നുള്ളതാണ്. ഇമ്മാനെ കൊണ്ട് വിജയിക്കണവരുണ്ട്, വാപ്പാനെ കൊണ്ട് വിജയിക്കണവരുണ്ട്, മക്കളെ കൊണ്ട് വിജയിക്കണവരുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മകനായ മുഹമ്മദ് നബിയെ കൊണ്ടാണ് വിജയിച്ചിട്ടുള്ളത്. മിഅ്റാജിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിൽ നിന്ന് ഇബ്രാഹിം നബിനെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, മർഹബം ബി ഇബ്നി സ്വാലിഹി, എൻ്റെ മക്കളിലെ സ്വാലിഹായ മോനെ സ്വാഗതം, നീ കടന്നുവായോ എന്ന് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. മക്കളെ കൊണ്ട് വിജയിച്ച ആൾക്കാർ, ഭാര്യമാരെ കൊണ്ട് വിജയിച്ച ആൾക്കാര്, ഭർത്താവിനെ കൊണ്ട് വിജയിച്ച ആൾക്കാര്, ഉമ്മാനെ കൊണ്ട് വിജയിച്ചവര്, ഇങ്ങനെ ഒരുപാട് വിജയികൾ ലോകത്തുണ്ട്. മകനെ കൊണ്ട് വിജയിച്ച ആളാണ് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആള്. കഥകളെല്ലാരും കേട്ടിട്ടുണ്ടാവും. ഒരു ദിവസം അബൂ സാലിഹ് ഇങ്ങനെ നടന്നു പോവുകയാണ്, വല്ലാതെ വിശന്നു. പുഴക്കരയിലൂടെയാണ് മഹാനവറുകൾ നടന്നു പോകുന്നത്. അപ്പോൾ ആ പുഴയിലൂടെ നല്ലൊരു അത്തിപ്പഴം ഒഴുകി വരുന്നത് കണ്ടു. ആ അത്തിപ്പഴം എടുത്ത് അബൂ സാലിഹ് കഴിച്ചു. കഴിച്ചതിന് ശേഷം പഠിച്ചോനെ ഇത് ആരുടെ ആയിരിക്കും ഈ അത്തിപ്പഴം എന്നിങ്ങനെ ഒരു സംശയമായി. പുഴക്കരയിലൂടെ അത്തി മുതലാളിയെയും തെരഞ്ഞുപോയി. കുറെ ദൂരം ചെന്നപ്പോ ഒരു മുതലാളിയുടെ അത്തിമരം പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു. അത്തി മുതലാളിയെ സമീപിച്ച് പറഞ്ഞു, മുതലാളി, ഇങ്ങളെ അത്തിമരത്ത് നിന്ന് പുഴയിലേക്ക് ചാടി ഒരത്തിപ്പഴം ഞാൻ അറിയാതെ കഴിച്ചുപോയി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ക്ഷമിക്കൂലാർന്നു. ക്ഷമിക്കാൻ ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യണം, കൂലിയൊന്നും തരൂലാർന്നു. ആയിക്കോട്ടെർന്നു. നിശ്ചയിച്ചു, കാലാവധി നിശ്ചയിച്ചു, ജോലി ചെയ്തു. കാലാവധി പൂർത്തിയാക്കിയപ്പോൾ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. പോകാൻ പറ്റൂല, കുറച്ചാലും കൂടി വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നിന്നു. കാലാവധി പൂർത്തിയാക്കി പോകാൻ നേരത്ത് ഞാൻ പോട്ടെ, നിങ്ങൾ പൊരുത്തപ്പെടുമെന്ന് ചോദിച്ചോ പറഞ്ഞു,
കയ്യും കണ്ണും കാലും ഒന്നും ഇല്ലാത്തൊരു മോളുണ്ട്, എനിക്ക് ഓളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ പൊരുത്തപ്പെടാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ കയ്യും കാലും കണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലാന്ന് പറഞ്ഞത് ഞാൻ ഹറാമായ വിഷയത്തിലേക്ക് നടന്ന കാലില്ലാന്നാ. കൈയില്ല എന്ന് പറഞ്ഞത് ഹറാമ് തൊട്ട കൈയില്ലാന്നാ. കണ്ണില്ല എന്ന് പറഞ്ഞത് ഹറാമ് കണ്ട കണ്ണില്ലാന്നാ. ഞാൻ കുറെ കാലമായിട്ട് എൻ്റെ കുട്ടിക്ക് പുതിയാപ്പളിനെ തിരഞ്ഞെടുക്കായിരുന്നു. ഇജന്നെയാണ് എൻ്റെ കുട്ടിയുടെ പുതിയാപ്പള, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോളി എന്ന് പറഞ്ഞു. അതിലൊരു കുട്ടി ഉണ്ടായി. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമാ آبا وأما شريفين قد اجتمعا وكنت شمسا وبدرا نورا التمعا أنت الحق لتدعى محي الدين. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ടുമാസാണ്. എന്തിനാ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറയണത്? മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മളെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും കിട്ടണം. അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പാഠം കിട്ടണം. അല്ലെങ്കിൽ വെറുതെ പറയാം, ഒരു കാര്യമില്ലാതാവും. ആ പാഠമുണ്ടെങ്കിൽ മാത്രമാണ് വിജയിക്കുന്നത്. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു ലോകർക്ക് മാതൃകയായാണ് ജീവിക്കുന്നത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു വെച്ച എല്ലാ തസവുഫിന്റെ തത്വങ്ങളെയും മനുഷ്യന്മാർക്കിടയിൽ പ്രായോഗികവൽക്കരിച്ച ആളാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി ജീവിച്ചു. ഗൗസുൽ ആദം മക്കളുണ്ടായിരുന്നു, കല്യാണം കഴിച്ചിരുന്നു. കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി. 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേരുക കൂടി ചെയ്ത രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ഗൗസുൽ ആദം. രാഷ്ട്രീയക്കാർക്ക് നേരാവാൻ പറ്റൂല എന്നൊന്നുമില്ല. അപ്പൊ രാഷ്ട്രീയമാകുമ്പോ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ എന്ന് നമുക്കിങ്ങനെ തോന്നുകയാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഗൗസുൽ ആദമിനും ഉണ്ടാണ്ടേ? മുമ്പ് രാഷ്ട്രീയക്കാരനാണല്ലോ. രാഷ്ട്രീയക്കാർക്കും നേരാവാം, രാഷ്ട്രീയക്കാർക്കും ഔലിയാക്കളാവാം, അവർക്ക് ഔലിയാക്കളുടെ നേതാക്കളും ആവാം, എല്ലാം ആവാൻ പറ്റും. ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു മഹാനവർകൾ വലിയാണ്, രാജാവാണ്. എത്ര രാജാക്കന്മാരുണ്ട്? നിസാമുദ്ദീൻ ഔലിയ രാജാവാണ്, വലിയാണ്. ജീവിതത്തെ തിരിച്ചറിയണം, ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ തിരിച്ചറിയണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ മഹത്തുക്കളായ ആളുകൾ, ഒരുപാട് ആളുകളെ അനുസ്മരിക്കുന്ന ദിവസമാണ്, മാസമാണ് റബീഉൽ ആഖിർ. അവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിന് പ്രചോദനമാവേണ്ടതുണ്ട്. ശംസുൽ ഉലമന്റെ ആണ്ടുമാസം, അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. ഈ മാസം മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് ശംസുൽ ഉലമന്റെ മോള് പറഞ്ഞ ഒരു അനുഭവം ഇസ്ലാമിക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ശംസുൽ ഉലമ സ്മരണികയിൽ പറയുന്നുണ്ട്. കുറ്റിക്കാട്ടൂരിൽ താമസിച്ചിരുന്ന മകളെ അടുത്തേക്ക് ശംസുൽ ഉലമ വീട് പണി നടക്കുന്ന സമയത്ത് 8 മാസം മാറി താമസിച്ചു. 8 മാസം മാറി താമസിച്ചു. രാത്രി വളരെ വൈകി, രാത്രി ഏകദേശം മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ വീട്ടിലെത്തും. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഇശ വരെ ദിക്റും തസ്ബീഹും ദുആയും ഒക്കെ ആയിരിക്കും. ഇശ മഗ്‌രിബിന്റെ ഇടയിൽ സംസാരിക്കുകയേ ഇല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിനെ പറ്റിയിട്ടാണ് ഞാൻ പറയണത്. ഇശ മഗ്‌രിബിന്റെ ഇടയിൽ സംസാരിക്കാറേ ഇല്ല. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ വീട്ടുകാര്യങ്ങളും കുടുംബകാര്യങ്ങളൊക്കെ ചോദിക്കും, പറയും, അതിലൊക്കെ ഇടപെടും, വേണ്ട സംഗതികളൊക്കെ പറയും. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ വേണ്ടി പോകും റൂമിലേക്ക്. അപ്പൊ മോള് പറയാണ്, ഞാൻ കൂവവെള്ളമോ അല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കട്ടിൻ്റെ അടിയിൽ കൊണ്ടുവച്ചെടുക്കും, വാപ്പാക്ക് വേണമെങ്കിൽ രാത്രിയൊക്കെ ഉണരുകയാണെങ്കിൽ കുടിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഒരു 11 മണി, 11:30, 12 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ മൂത്രമൊഴിക്കായി എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കുമ്പോൾ എഴുന്നേറ്റിട്ട് മെല്ലെ വാപ്പ എന്താ കാട്ടണെന്ന് നോക്കാൻ വേണ്ടി ചെന്ന് വാതിലിങ്ങനെ തുറന്ന് എൻ്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ കട്ടിലും അങ്ങനെ പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നിട്ട് തസ്ബീഹ് മാല സ്പീഡിൽ മറിക്കുന്ന വാപ്പയെ കാണാമായിരുന്നു എന്ന് മകള്. അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ വാതിൽ ചാരിച്ചിട്ട് ഇങ്ങോട്ട് പോരും. പിന്നെ ഒരു 3 മണി 4 മണി സമയത്ത് ഞാൻ വീണ്ടും ചെന്നിട്ട് വാതിലിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ നോക്കുമ്പോൾ
കട്ടിലുമെങ്ങനെ പടിഞ്ഞാട്ട് തിരിഞ്ഞൊരു പുതപ്പുകൊണ്ട് ഇങ്ങനെയാണ് പുതച്ചിങ്ങാണ്ട് തസ്ബീഹ് മാല എങ്ങനെ സ്പീഡിൽ മറിക്കുന്ന വാപ്പയെ കാണാമായിരുന്നു എന്ന് മകള്. ശംസുലുലമനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയണത്. നേരം വെളുത്താൽ സമസ്തന്റെ യോഗത്തിന് പോവുകയും ചെയ്യും, വൈകുന്നേരമായാൽ വീട്ടിലേക്ക് വരികയും ചെയ്യും, ഇബാദത്തിൽ മുഴുകുകയും ചെയ്യും. അതാണ് മഹാനായ ശംസുലുലമ നവ്വറല്ലാഹു മർഖദഹു. മഹാനവറുകൾ വെറുതെ ഒന്നല്ല വാങ്കൊടുത്തപ്പോ വാങ്കിന് ജവാബ് പറഞ്ഞാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനിപ്പിച്ചു വഫാത്തായി എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഉണ്ടായതൊന്നല്ല, അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ്. അത് അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ്. 20ാമത്തെ വയസ്സ് മുതൽ ജന്മനാട്ടിൽ ഖാദിയാണ് സമസ്തന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ്. ജന്മനാട്ടിലെ നമ്മളൊക്കെ ഓരോ നാട്ടിൽ ജനിച്ച ആൾക്കാരനല്ലേ, നമുക്ക് നാട്ടിൽ എത്ര വില ഉണ്ട് എന്ന് അവനാനെ ഏതായാലും അറിയല്ലോ, വേറുള്ളവർക്ക് അറിയില്ലെങ്കിലും. 20ാമത്തെ വയസ്സ് മുതൽ ജന്മനാട്ടിൽ ഖാദിയാണ്. ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഖാദിയാണ്. തിരൂർക്കാട് ജന്മനാട്ടിൽ ആലിക്കുട്ടി ഉസ്താദ്. തൻ്റെ വാപ്പയാണ് പള്ളിക്കത്തെ മൂല്യര്, ഖാദി മകനാണ്. വാപ്പയായിരുന്നു, അള്ളാഹു അവരുടെ ദറജ ഉയർത്തിട്ട് വഫാത്തായി. ഇതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ്. എന്തിനാ അതൊക്കെ പറയണത്? അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും പ്രചോദനം കിട്ടണം. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ജീവിതം ഇപ്പം ഒന്നോ നാളെയാണ്ട് കഴിഞ്ഞു പോകും. പക്ഷേ ജീവിച്ചു എന്നത് മലക്കുകൾ അറിയണം. ജീവിച്ചു എന്നത് അള്ളാഹുവും അവൻ്റെ റസൂലും സ്വാലിഹീങ്ങളും സജ്ജനങ്ങളും എല്ലാവരും അറിയണം. അതിന് തെളിവുണ്ടാണ്. നാളെ ശഫായത്തിന് വേണ്ടി മുത്തുനബിയുടെ ഹദറത്തിലേക്കാണ്ട് നമുക്ക് കയറി ചെല്ലാൻ വേണ്ടി പറ്റണം. ഏത് അമല് നമ്മൾ ചെയ്താലും അതിനെ റഖീബ് അതീദ് എന്നീ 2 മലക്കുകൾ രേഖപ്പെടുത്തിയിട്ട് അള്ളാഹുവിലേക്ക് നേരിട്ടാണ് കൊടുത്തേക്കും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചെല്ലുന്ന സ്വലാത്ത് മാത്രം നേർക്ക് നേരെ ഉയർത്തപ്പെടുന്നില്ല. അത് റൗളയിൽ കൊണ്ടുപോയി ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഉയർത്തപ്പെടുന്നത് സ്വലാത്തിന്. മലക്കുകൾ ചെയ്യുന്ന അമലാണ് സ്വലാത്ത്, മുർസലീങ്ങൾ ചെയ്യുന്ന അമലാണ് സ്വലാത്ത്. എല്ലാ നബിമാരും മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. എല്ലാ മലക്കുകളും നബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നല്ല, ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് ഖുർആനാണ്. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിക്കന്ന് നമ്മൾ കേൾക്കേണ്ട ആയത്ത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ജിബ്രീൽ സ്വലാത്തില്ലുണ്ട്, മീകായിൽ സ്വലാത്തില്ലുണ്ട്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാളം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് സ്വലാത്തില്ലിങ്ങാണ്ടാണ് എന്നാ ഈ ആയത്തിന്റെ അർത്ഥം. ചൊല്ലിയിട്ടുണ്ട് എന്നല്ല, ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം, മഹത്തുക്കളോടുള്ള ബന്ധം എല്ലാം നിലനിർത്താൻ കഴിയണം. ദിക്റുസ് സാലിഹീന ഇബാദത്താണ്. സാലിഹീങ്ങളെ കുറിച്ച് പറയൽ ഇബാദത്താണ്. അവരെ കുറിച്ച് ഇബാദത്ത് കാണൽ ഇബാദത്താണ്, ഇബാദത്ത് കേൾക്കൽ ഇബാദത്താണ്. ഒരാളെ നിസ്കരിച്ചു, അതൊരു ഇബാദത്താണ്. വേറൊരാള് മറ്റൊരാളെ നിസ്കരിക്കുന്നത് കണ്ടു, അതും ഇബാദത്ത് തന്നെയാണ്. ഇബാദത്ത് കാണൽ ഇബാദത്താണ്, ഇബാദത്ത് കേൾക്കൽ ഇബാദത്താണ്. ഒരാൾ ഖുർആൻ ഓതി, അതൊരു ഇബാദത്താണ്. വേറൊരാൾ മറ്റൊരാൾ ഖുർആൻ ഓതുന്നത് കേട്ടു, അത് ഇബാദത്താണ്. ഇബാദത്തിനെ കാണൽ ഇബാദത്താണ്, ഇബാദത്തിനെ കേൾക്കൽ ഇബാദത്താണ്. എല്ലാ ഇബാദത്തുകളാണ്. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ഇബാദത്തല്ലാത്ത ഒന്നുമില്ല. കുടുംബജീവിതത്തെ ഇബാദത്തായി കാണാൻ പറ്റണം. നാളൊരു ദിവസം ഞാൻ വിദേശത്തു നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പെണ്ണ് ഒരു എഴുത്ത് കൊടുത്തയച്ചു. പിന്നെ കുട്ടികൾക്ക് സുഖമില്ല, മക്കൾക്ക് സുഖമില്ല, ഭർത്താവിന് സുഖമില്ല, ഓൽക്കൊക്കെ ഒന്ന് റാഹത്തായിട്ട് പുതിയാപ്പിളക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് വേണം കുറച്ച് ഇബാദത്ത് എടുത്തുകൊണ്ട് കൂടാൻ, അതിനുള്ള തൗഫീക്കിന് വേണ്ടി ഉസ്താദ് ഒന്ന് ദോരക്കണം എന്ന് പറഞ്ഞിട്ട് എഴുത്ത് കൊടുത്തയച്ചു. ഞാൻ പറഞ്ഞു, ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നമാണ് ഇതിലുള്ളത്. കുട്ടികളൊക്കെ ഒന്ന് വലുതായിട്ട് ഓലൊക്കെ ഒന്നൊരു കരക്കെത്തിയിട്ട് ഭർത്താവിന് നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് വേണം ഇബാദത്ത് എടുക്കാൻ. അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അത് നമ്മൾ മനസ്സിലാക്കി കൊടുത്തുള്ള പേവാണ്. ഭക്ഷണം ഉണ്ടാക്കൽ ഇബാദത്ത് തന്നെയാണേ, കുട്ടികളെ നോക്കൽ ഇബാദത്ത് തന്നെയാണേ, തുണിങ്കുപ്പായ അലക്കൽ ഇബാദത്ത് തന്നെയാണേ, അടിച്ചു വരൽ ഇബാദത്താകുന്നു. നളാഫത്ത് മിനൽ ഈമാൻ എന്നല്ലേ ഹദീസിലുള്ളത്. വൃത്തി ഈമാന്റെ ഭാഗമാണ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അത് ഇബാദത്തല്ലേ? എല്ലാ കാര്യവും ഇബാദത്ത് തന്നെയാണ്. എല്ലാ കാര്യവും ഇബാദത്തായി കാണാൻ പറ്റണം. ഒരു വിഷയം നമ്മൾ ചെയ്യുന്നത് ലില്ലാഹിക്ക് വേണ്ടിയാണെങ്കിൽ അത് ഇബാദത്താവും, ലിശൈത്താന് വേണ്ടിയാണെങ്കിൽ അത് ഇബാദത്താവൂല. അതാണ് വ്യത്യാസം.
ഇതാണ് വ്യത്യാസം. ഖുർആൻ ക്ലാസ്സിന്, കുടുംബസംഗമത്തിന്, അക്കാഡമിക്ക് വന്നത് എന്തിനെ? വന്നില്ലെങ്കിൽ ഇപ്പൊ കമ്മിറ്റിക്കാർക്ക് എന്താ തോന്നുകയെന്ന് കരുതിയിട്ട് വന്നതാണെങ്കിൽ ഇബാദത്താവൂല. പോയില്ലെങ്കിൽ അള്ളാഹു തആലാക്ക് എന്താ തോന്നുകയെന്ന് കരുതിയിട്ട് വന്നതാണെങ്കിൽ ഇബാദത്താവും. ഇത്രേ വ്യത്യാസമുള്ളൂ. നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇബാദത്താവൂല. ഏത് കാര്യവും അങ്ങനെ തന്നെ. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നാട്ടുകാർ കാണട്ടെ എന്നാണ് മനസ്സിൽ. ഇബാദത്താവോ? ആവൂല. അങ്ങനെ നിക്കരിച്ചാലും ആവൂല, നോൻപ് വെച്ചാലും ആവൂല, 10 ഹജ്ജിന് പോയാലും ആവൂല. എന്നാ ഒരാൾ പടച്ചോനെ എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കൂലിട്ടട്ടെ എന്ന് എഴുതിയിട്ട് വയലിന്റെ പോസ്റ്റർ ഒട്ടിച്ചു, ഇബാദത്താവോ? ആകുവേ. ലില്ലാഹിക്ക് വേണ്ടി ചെയ്യുന്ന ഏത് അമലും ഇബാദത്താണ്. ഇബാദത്ത് ഏതാന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. ഒരു വിഷയം ലില്ലാഹിക്ക് വേണ്ടിയായാൽ ഇബാദത്താവും. പെണ്ണിട്ടിയത് ആർക്ക് വേണ്ടിയിട്ടാ? പാപ്പാക്ക് വേണ്ടിയിട്ടാ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇബാദത്താണ്. പെണ്ണുങ്ങളെ നോക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ലില്ലാഹിക്ക് വേണ്ടിയാണെങ്കിൽ ഇബാദത്താണ്. ഭർത്താവിനെ നോക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ലില്ലാഹിക്ക് വേണ്ടിയാണെങ്കിൽ ഇബാദത്താണ്. മക്കളെ നോക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ലില്ലാഹിക്ക് വേണ്ടിയാണെങ്കിൽ ഇബാദത്താണ്. പെരണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാ? ലില്ലാഹിക്ക് വേണ്ടിയാണെങ്കിൽ ഇബാദത്താണ്. പള്ളി ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാ? ലില്ലാഹിക്ക് വേണ്ടിയിട്ട് ആണെങ്കിൽ ഇബാദത്താണ്. രാവിലെ നീച്ചേക്കിന് ചൂലെടുത്ത് കണ്ട് മുറ്റടിച്ചു വരുന്നത്, പടച്ചോനെ നിന്റെ നബി പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഈമാൻ കൂട്ടുന്ന ഒരു പണിയാണ് വൃത്തിയാക്കൽ എന്ന്, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യണത്. നീയത്ത് ചെയ്താൽ അടിച്ചു വരൽ ഇബാദത്താണ്. മരം വെച്ചുപിടിപ്പിക്കൽ ഇബാദത്താവും. കസാല നേരാക്കൽ ഇബാദത്താവും. സോഫ തട്ടിക്കൊട്ടൽ ഇബാദത്താകും. മാറാല തട്ടൽ ഇബാദത്താവും. പല്ലിയെ കൊല്ലൽ ഇബാദത്താവും. പല്ലിയെ കൊല്ലുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നതാണ്. എന്നാള് കുറച്ച് മുമ്പ് സുന്നികളുടേതല്ലാത്ത ഒരു മലയാളം പ്രസിദ്ധീകരണത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു ചോദ്യോത്തരം. ചോദ്യം അതിനുള്ള മറുപടിയാണ്. പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ പറയുന്നതായി കേൾക്കുന്നു, അത് ശരിയാണോ എന്നാണ് ചോദ്യം. പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ പറഞ്ഞതായി കേൾക്കുന്നു, ശരിയാണോ? അതിന്റെ മറുപടി എന്താ നിങ്ങള്? പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, അത് സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്യുന്ന മാനുഷിക മൂല്യങ്ങൾക്ക് അത് നിരക്കാത്തതായി തോന്നുന്നു. എന്താ പറഞ്ഞു? പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിലുണ്ട്. വിവരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവരം റിസാലത്തിന്റെ ഇൽമാണ്. അനുഭവജ്ഞാനത്തെക്കാൾ വലുതാണ് റിസാലത്തിന്റെ ഇൽമ. എനിക്ക് 2 കൈയുണ്ട് എന്നുള്ളത് ഇപ്പൊ എന്റെ അനുഭവമല്ലോ. ഇതിനേക്കാൾ വലിയ ഇൽമാണ് നുബുവത്തിന്റെ ഇൽമ. റിസാലത്തിന്റെ ഇൽമ, നുബുവത്തിന്റെ ഇൽമ പറഞ്ഞാല് അനുഭവജ്ഞാനത്തെക്കാൾ വലുതാണ്. അതിനേക്കാൾ പ്രാമാണികമാണ് മുഅ്മിനെ സംബന്ധിച്ച് റിസാലത്തിന്റെ ഇൽമ. ആ റിസാലത്തിന്റെ ഇൽമിൽ എന്തുണ്ട്? പല്ലിയെ കൊല്ലണമെന്നുണ്ട്. ഇനി ഉണ്ട് എന്ന് മാത്രമല്ല, അത് സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് അതിന്റെ പരമ്പര തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത്ര തന്നെ കുഴപ്പമില്ല. ആ ഹദീസിന്റെ ആധികാരികതയിൽ സംശയം ഉണ്ട് എന്നാണെങ്കിലും കുഴപ്പമില്ല. ഹദീസും ക്ലിയറാണ്, അതിന്റെ ആധികാരികതയും ക്ലിയറാണ്. പക്ഷെ ഇവൻ മനസ്സിലാക്കിയ മാനുഷിക മൂല്യത്തോട് അത് എതിരാണെന്ന്. ഖുർആൻ പറഞ്ഞ മാനുഷിക മൂല്യത്തോട് എതിരാവൂല, ഇവൻ മനസ്സിലാക്കിയ മാനുഷിക മൂല്യത്തോട് അത് എതിരാണ്. അതിന്റെ അർത്ഥം എന്താ? ഓന് മാനുഷിക മൂല്യം മനസ്സിലായിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ കുറെ വർത്താനങ്ങൾ പറയും മനുഷ്യന്മാര്. കൂട്ടത്തിൽ ഞാൻ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാ കാര്യവും ഇബാദത്താണ്. ബാത്റൂം കഴുകൽ വരെ മുഅ്മിനെ സംബന്ധിച്ച് ഇബാദത്താണ്. ടോയ്ലറ്റ് വൃത്തിയാക്കൽ വരെ മുഅ്മിനെ സംബന്ധിച്ച് ഇബാദത്താണ്. അപ്പൊ ഈ ഇബാദത്ത് ചെയ്യാൻ കുട്ടികളൊക്കെ ഒരു കരക്കെത്തട്ടെ എന്ന് ആഗ്രഹിക്കേണ്ട ഒരു കാര്യമില്ല. കുട്ടികൾ ഇക്കരക്കാണെങ്കിലും ഇബാദത്ത് ചെയ്യാം, കുട്ടികൾ അക്കരക്കാണെങ്കിലും ഇബാദത്ത് ചെയ്യാം. ഇബാദത്തിനൊന്നും പ്രശ്നമല്ല. നമ്മൾ മനസ്സിൽ എന്ത് നിയ്യത്ത് ചെയ്യുന്നു അതിനനുസരിച്ചാണ്. കുടുംബജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിലെ ഒരു ഇബാദത്താണ്. മൻ തവ്വജ ലില്ലാഹി മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലിക്കി ഹബീബുനാ റസൂലുള്ളാഹി. ഒരാൾ അള്ളാഹുവിന് വേണ്ടി കല്യാണം കഴിച്ചാൽ അവന് രാജാവിന്റെ കിരീടത്തെ നാളെ സ്വർഗത്തിൽ ധരിപ്പിക്കപ്പെടുന്നതാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ കല്യാണങ്ങളുണ്ട്. അതായത് ദുന്യാവിൽ നടന്ന എല്ലാ കല്യാണങ്ങളുടെയും ഒരു ആവർത്തനം സ്വർഗത്തിലുണ്ടാവും. ആദം നബി ഹവ്വാ ബീവിനെ ഒന്നുകൂടി കല്യാണം കഴിക്കും സ്വർഗത്തിൽ നിന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ വിവാഹം കഴിക്കും. യൂസുഫ് നബി അലൈഹി സ്വലാം സുലൈഹാ ബീവിനെ കല്യാണം കഴിക്കും. നമ്മളെല്ലാവരും നമ്മളെ ഭാര്യമാരെ ഒന്നുകൂടിയും കല്യാണം കഴിക്കും. സ്വർഗത്തിലെ കല്യാണം അത് ഭയങ്കര ആഘോഷമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണമാണ് സ്വർഗത്തിലെ ഏറ്റവും ആഘോഷകരമായ കല്യാണം. ത്വാഹ തങ്ങളുടെ തൃക്കല്യാണം. അള്ളാഹു കാണാൻ ഭാഗ്യം നൽകട്ടെ, കൂടാനും ഭാഗ്യം നൽകട്ടെ. അവിടുന്ന് ഒന്ന് ചോറയിക്കണം ഞമ്മക്ക്. അതാണ് ഒരു ശരിക്കുള്ളൊരു ചോറയി, കല്യാണത്തിന്റെ ചോറയി. നിക്കാഹ് കൊണ്ട്, വിവാഹം കൊണ്ട്, കുടുംബജീവിതം കൊണ്ട് സ്വർഗവും സ്വർഗീയ ജീവിതവും ലക്ഷ്യമാക്കണം. കാരണം സ്വർഗത്തിൽ നിന്ന് ആദം വല്ലിപ്പ തുടങ്ങിയതാണ്. ഇന്ന് വരെ നമ്മളെ ഏതെങ്കിലും ഒരു കല്യാണത്തിന് ആദം വല്ലിപ്പ സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയതാണോ ഒന്ന് പോയി നോക്കട്ടെ എന്ന് എഴുതി പോയിട്ടുണ്ടോ? അബ്ദുറഹ്മാൻ എന്താ തോന്നാന്ന് എഴുതിയിട്ടല്ലേ പോയത്? അബ്ദുൽ ഗഫൂർ എന്താ വിചാരിക്കുക, അവന്റെ മോത്തുക്ക് നോക്കണ്ടേ എന്ന് കരുതിയിട്ടല്ലേ പോയത്? അള്ളാഹു താലാന്റെ മോത്തുക്ക് എങ്ങനെ നോക്കുക? ആദം നബിന്റെ കല്യാണത്തിന് പങ്കെടുക്കാനുള്ളതല്ലേ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് കരുതിയിട്ട് അസരക്കാരൻ കഴിഞ്ഞിട്ട് ജമാഅത്തിനൊക്കെ കൂടിയിട്ട് പള്ളിക്കന്നിട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു നിക്കാഹ് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ഇരിക്കൂല. കാരണം എന്തേ? ഇത് സ്വർഗത്തിലെ ഒരു പണിയാണെന്ന് നമുക്കാർക്കും തോന്നിയിട്ടില്ല. ഇതൊരു തമാശയാണ്, ഒരു രസമാണ്. ഇതിപ്പോ അങ്ങനെ തട്ടിമുട്ടി കഴിഞ്ഞു പോകാനുള്ള ഒരു സംവിധാനമാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. ഇതങ്ങനെ തട്ടിമുട്ടി കഴിഞ്ഞു പോകാനുള്ള ഒന്നല്ല. ഇതിലെ ഓരോ തട്ടിമുട്ടുകൾക്കും അല്ലാഹു തആല സ്വർഗത്തിൽ വലിയ വലിയ ദർജ തരുന്ന കാര്യങ്ങളാണ്. ഓരോ തട്ടിമുട്ടിനുണ്ട്, ഓരോ ഇടങ്ങേറിനുണ്ട്, ഓരോ ബുദ്ധിമുട്ടിനുണ്ട്, ഓരോ സന്തോഷത്തിനുണ്ട്. നബിയെ, ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ ഇരുന്ന് കളിച്ചാൽ കൂലിട്ടോന്ന് ചോദിച്ചൊരു സഹാബി. അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെ ഭാര്യമാരും ഒരുമിച്ച് കളിച്ചിരിക്കുന്നതിന് കൂലിയുണ്ടോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വായയിലേക്ക് ഒരു ഉരുള ചോറ് വെച്ച് കൊടുത്താൽ അതിനും നിന്റെ റബ്ബ് നിനക്ക് കൂലി നൽകുന്നതാണ്. ദണ്ണത്ത് കിടക്കുമ്പോഴെങ്കിലും ഒന്ന് ചോറ് വാരി കൊടുത്തൂടെ നമുക്ക്? ദണ്ണത്ത് കിടക്കുമ്പോൾ അല്ലാഹു തആല കൂലി തരുന്ന കാര്യല്ലേ? നീ നിന്റെ ഭാര്യയുടെ വായയിലേക്ക് ഒരു ഉരുള ഭക്ഷണം വെച്ച് കൊടുത്താൽ അതിനും നിന്റെ റബ്ബ് നിനക്ക് കൂലി നൽകും. വെറുതെ ഇരുന്ന് സമയം കളയാൻ പറ്റുന്ന അപൂർവം സ്ഥലങ്ങളേ ഉള്ളൂ. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഭാര്യനോട് വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ട് നേരം കളയാം എന്നത്. കൂലിട്ടും. സമയം കളയണേന് കൂലി, എന്റർടൈൻമെന്റിന് കൂലി കിട്ടുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. വേറെ ഒരു എന്റർടൈൻമെന്റിനും കൂലി കിട്ടൂല. എന്റർടൈൻമെന്റിന് കൂലി കിട്ടുന്ന ഒരേ ഒരു സ്ഥലമാണ് പെണ്ണുങ്ങളെ അടുത്ത്, ഭാര്യന്റെ അടുത്ത്. ഒഴിവുണ്ടാകുമ്പോഴൊക്കെ വന്നിരിക്കാനുള്ള സ്ഥലമാണ് ഭാര്യന്റെ അടുത്ത്. അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ കുഞ്ഞാമ്മേനോട് ചോദിച്ചു, എന്താ കുഞ്ഞാമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുമല്ല, ഒരു പണിയില്ല, അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. ഒരു പണിയില്ലാത്തുമ്പോൾ പോയിരിക്കാനുള്ള സ്ഥലം അങ്ങാടിയല്ല, ഒരു പണിയില്ലാത്തുമ്പോൾ പോയിരിക്കാനുള്ള സ്ഥലം പെരേണ്. അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ഓനും ബോധ്യപ്പെടണം, വേറുള്ളവർക്കും ബോധ്യപ്പെടണം. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് മാമുട്ടി. എന്താ മാമുട്ടി എവിടെ ഇങ്ങനെ നിൽക്കണെന്ന് ചോദിച്ചു. ഒന്നുമല്ല, മീൻകാരനെ കാത്തിക്കുകയാണ് എന്ന് പറഞ്ഞു. കേട്ടോനും കൂടിയും തോന്നണം അത് ശരി തന്നെ, ഇവിടെ ഒരു മീൻ കച്ചവടക്കാരുണ്ട്, ഓൻ ഭയങ്കര സ്പീഡ് പോകും, ഇവിടെ കാത്തുന്നെങ്കിലേ ഇന്ന് മീൻ കൂട്ടാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഓൻ നിൽക്കുന്നത് ന്യായാണെന്ന് കേൾക്കണോനും കൂടിയും തോന്നണം. അങ്ങനത്തെ സമയത്ത് മാത്രമാണ് അങ്ങാടിയിൽ നിൽക്കാൻ പറ്റുക. അല്ലാത്ത സമയത്തൊക്കെ മനുഷ്യന് വെറുതെ ഉള്ള സ്ഥലം പെരയാണ്, ഭാര്യന്റെ അടുത്താണ്, അടുക്കളയിലാണ്, ഓള് ഭക്ഷണം ഉണ്ടാക്കുന്നിടത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സഹാബത്ത് ചോദിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഫീ മിഹ്നതി അഹ്ലിഹി ഹത്താ ഇദാ ഹദറത്തിസ് സ്വലാത്തു യഖ്റുജു ഇലസ്സലാ. നിസ്കരിക്കാൻ സമയമായാൽ നബിതങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകും. നിസ്കാരം കഴിഞ്ഞ് നബിതങ്ങൾ വീട്ടിൽ വന്നാലേ കാനഫി മിഹിനത്തി അഹ്ലിഹി, തൻ്റെ വീട്ടുകാരെ സഹായിക്കലായിരുന്നു പതിവ്. ചായ ഉണ്ടാക്കും, കഞ്ഞിണ്ടാക്കും, ചോറുണ്ടാക്കും. ആലങ്കാരിക പ്രയോഗമാണ്. അന്ന് ചായ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കരുതേ. അന്നിപ്പോ കട്ടൻ ചായ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കൊന്നും വേണ്ട. അതൊരു ആലങ്കാരിക. അന്ന് പെരയിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടലായിരുന്നു പതിവ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ പള്ളിയിൽ പോകും. ആയിഷ ബീവി പറയാണ്, രാവിലെ പള്ളിയിൽ പോകും. പള്ളിയിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നബി തങ്ങൾ മടങ്ങി വരും. മടങ്ങി വന്നാൽ പാലും പാത്രം എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പാല് കറക്കാൻ വേണ്ടി പോകും. പാലും പാത്രം എടുത്തുകൊണ്ട് പാല് ഇറക്കാൻ പോകുമ്പോൾ നമുക്കിന് തോന്നും നബി തങ്ങൾ പാല് ഇറക്കാൻ പോകുമ്പോ ആയിഷ ബീവി ചായക്ക് വെള്ളം വെച്ച് കേൾക്കാരെന്ന്. അല്ല, ചായാച്ചന പരിപാടിയൊന്നും ഒന്നില്ല, വെറുതെ ഇരിക്കുക തന്നെയാണ്. വെറുതെ എങ്ങനെ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് പാല് ഇറന്നിട്ട് കൊണ്ടുവരും.
എന്നിട്ട് ആ പാൽപാത്രം നീട്ടി ആയിഷ ബീവിക്ക് കൊടുത്തിട്ട് പറയും ഇഷ്റബിയ ആയിഷ, ആയിഷ കുടിക്കുന്ന പറയും. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് കുടിക്കും. കുടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കുടിച്ചുങ്ങാണ്ട് പാത്രം പിന്നെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. രണ്ടാമതും നബി തങ്ങൾ ആയിഷ ബീവിക്ക് തന്നെ പാത്രം കൊടുത്തിട്ട് പറയും ആയിഷ ഇഷ്റബി, കുടിക്ക ആയിഷ ഒന്നും കൂടി. മൂന്നാമതും കുടിപ്പിക്കും. ഞാനിങ്ങനെ കുടിക്കുന്നത് എന്റെ ചുണ്ടിലേക്ക് നബി തങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും എന്ന് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നമ്മളെ പെണ്ണുങ്ങളെ മുഖത്തേക്കൊന്ന് അറിഞ്ഞു നോക്കിയിട്ട് ദിവസം എത്രയായി? ആ പെണ്ണെട്ടി കൊടുന്ന അന്നത്തെ നോക്കിയതേ കാരം, ആ ഒന്നാമത്തെ സൽക്കാരം കഴിയുന്നത് വരെ പിന്നെ നോക്കിയിട്ടില്ല. മരിച്ചോളം മുഖത്തോട് മുഖം നോക്കി സിറ്റ് ഔട്ടിലോ ഡൈനിങ് ഹാളിലോ ഇരുന്ന് വർത്താനം പറയണം. മരിക്കോളം ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിക്കണം. മരിക്കോളം ഒരു കട്ടിലുമ കിടക്കണം, ഒരു വിരിപ്പുകൊണ്ട് വിരിക്കണം, ഒരു പുതപ്പുകൊണ്ട് പുതക്കണം. പറ്റുമെങ്കിൽ ഇതിന്റെ ബാക്കി സ്വർഗത്തിലുണ്ടാവും. നമ്മൾ വിചാരിച്ച എന്താ വെച്ചാൽ ഇതിപ്പോ ഇവിടുന്ന് ഇങ്ങനെ എങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടിയാണ് പോയാൽ മതി എന്നാണ്. അല്ലേ, ഇത് ഇവിടേക്കുള്ള പരിപാടി തന്നെ അല്ല, ഇത് സ്വർഗത്തേക്കാണ്. സൂറത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട് ഇത് സ്വർഗത്തേക്കുള്ളതാണ്. ഹും വ അസ്വാജുഹും, അവരും അവരുടെ ഭാര്യമാരും, ഫീ ദിലാലിൻ, മരത്തിന്റെ താഴ്ഭാഗത്ത്, അലൽ അറായിക്ക്, മണിയറയിലെ കട്ടിലിന്മേൽ, മുത്തഖിയൂന, ചാരിക്കിടക്കുകയായിരിക്കും. ലഹും, അവർക്കുണ്ടായിരിക്കും, ഫീഹാദിൽ ഫാക്കിഹത്തുൻ, പഴങ്ങള്, വലഹും മായദ്ദഊൻ, അവർ ആവശ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളും എന്നാണ് സൂറത്ത് യാസീൻ പറഞ്ഞത്. അതുകൊണ്ട് കുടുംബജീവിതം, ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയണത് സ്വർഗത്തിലേക്കുള്ള അമലാണ് എന്ന നിലയിൽ കാണാൻ നമുക്ക് പറ്റണം. അപ്പൊ പിന്നെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടും അവിടുത്തെ ദർജ കൂടാനാണ്. സ്വർഗത്തിലെ എല്ലാവരും അവരുടെ ഭാര്യമാരോടൊരുമിച്ച് മാത്രമാണ് യാത്ര. എല്ലാവരും എപ്പോ യാത്ര ചെയ്യുകയാണെങ്കിലും സ്വർഗത്തിലെ ഏറ്റവും ദർജ കുറഞ്ഞ ഒരാൾ യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ 1,00,000 ഹാദിമീങ്ങൾ അവനെ അനുഗമിക്കാനുണ്ടാകുമെന്നാണ്. 1,00,000 ആൾക്കാർ ഹാദിമീങ്ങൾ പിന്നാലെ ഉണ്ടാവും. എല്ലാവരും സ്വർഗത്തിൽ യാത്ര ചെയ്യുന്നത് അവരുടെ അറായിക്ക് എന്ന കട്ടിലിന്മേൽ ആയിരിക്കും. അറായിക്ക് എന്ന് പറഞ്ഞ കട്ടില് അരീക്കത്ത് എന്നതിന്റെ ബഹുവചനമാണ്. അരീക്കത്ത് എന്ന് പറഞ്ഞാൽ മണിയറയത്തെ കട്ടിലിന്റെ പേരാണ്. എല്ലാവരും മണിയറയിലെ കട്ടിലിലാണ് കാറ്റിനെ മാധ്യമമാക്കി സ്വർഗത്തിൽ യാത്ര ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഭാര്യന്റെ കൂടെ അല്ലാതെ, ഭർത്താവിന്റെ കൂടെ അല്ലാത്ത യാത്രയെ സ്വർഗത്തിലില്ല. മക്കളൊക്കെ വേറെ ഇക്കാരം, ഓല പെണ്ണുങ്ങളൊപ്പം ഇക്കാരം, അല്ലെങ്കിൽ ഓല പുതിയാപ്പൻ്റെ ഒപ്പം ഇക്കാരം. ആവശ്യമാണെങ്കിൽ കാണാന്ന് മാത്രം, എല്ലാവർക്കും എല്ലാവരെയും എപ്പോഴും കാണാം. പക്ഷേ സ്വർഗ ജീവിതം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവുമായിട്ടാണ്, ഇണയായിട്ടാണ്. എല്ലാവരും ഇണ. അംഫുസക്കും വഅഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ ഇണയുടെയും ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാവേണ്ടത് ഭർത്താവ് നിസ്കരിച്ചാത്തയിലാണ്, ഭാര്യ നിസ്കരിച്ചാത്തയിലാണ്. ഭർത്താവ് നോൽമ്പൊൽക്കാത്തയിലാണ്, ഭാര്യ നോൽമ്പൊൽക്കാത്തയിലാണ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവേണ്ടത്, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാവേണ്ടത് ഭാര്യ ഖുർആൻ ഓതുന്നത് കാണുമ്പോഴാണ്, ഭർത്താവ് ഖുർആൻ ഓതുമ്പോൾ കാണുമ്പോഴാണ്, ഭാര്യ നോമ്പ് വെക്കുന്നത് കാണുമ്പോഴാണ്, ഭർത്താവ് സ്വതക്ക കൊടുക്കുന്നത് കാണുമ്പോഴാണ്. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവേണ്ടത്. സ്വർഗീയമായ അമല് ഭർത്താവും ഭാര്യയും ചെയ്യുമ്പോൾ സന്തോഷിക്കണം. സ്വർഗീയമല്ലാത്ത നരകത്തിലേക്ക് പോകേണ്ട അമല് ഭാര്യയും ഭർത്താവും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മദ്രസ ക്ലാസ്സിൽ കുട്ടികളെ പിന്നെ വാപ്പാര് നിസ്കരിച്ചാത്ത എത്ര ആളുണ്ടോ ഒന്ന് കയ്യൊന്നിച്ചാണ് എന്ന് പറഞ്ഞപ്പോൾ 30-ൽ താഴെ കുട്ടികളുള്ള ക്ലാസ്സിലെ പകുതിയിൽ അധികം എന്ന് പറയാം, അത്രയും കുട്ടികൾ കയ്യൊന്നിച്ചു. വളരെ അത്ഭുതം തോന്നി. നിസ്കരിച്ചാത്ത മനുഷ്യന്മാർ ഇന്നത്തെ കാലത്തുണ്ട് എന്നുള്ളത് സങ്കല്പിക്കാൻ കഴിയണില്ല. കാരണം പള്ളിക്കത്തെ ഹൗദിൽ വെള്ളമടിച്ചിട്ട് തികയണില്ലല്ലോ. അപ്പൊ നമ്മളെല്ലാവരും നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ് വിചാരിച്ചത്. റമദാൻ മാസമൊക്കെ ഉണ്ടായാൽ പിന്നെ എത്ര മോട്ടർ നിൽക്കാതെ അടിച്ചാലും അങ്ങാടിത്തൊന്നും ഹൗദിൽ വെള്ളം തികയണന്നല്ല. അപ്പൊ ആൾക്കാരെ ഭയങ്കര നിസ്കാരക്കാരാണെന്നാണ് വിചാരിച്ചത്. പകുതിയിലധികം കുട്ടികളും പാപ്പാര് നിസ്കരിച്ചത് കണ്ടിട്ടില്ല അത്രേ. ഇമ്മാര് നിസ്കരിച്ചാത്തവർ പിന്നെ കുറച്ച് അപൂർവേ ഉണ്ടായതുള്ളൂ. പക്ഷേ വല്ലിപ്പ നിസ്കരിച്ചാത്തവരുണ്ട്. സാധാരണ മനുഷ്യന്മാർക്ക് കുജിക്ക് കാല് നീട്ടുമ്പോഴെങ്കിലും ഒന്ന് നിസ്കരിച്ചണമെന്ന് തോന്നുമല്ലോ. അതും ഇല്ലാത്ത മനുഷ്യന്മാര് മലപ്പുറം ജില്ലയിലെ നമ്മളെ മൂക്കിന്റെ ചോട്ടിലുണ്ട്. ഏത് സ്വർഗത്തേക്ക് പോവാനായി ഇവര് ഒരുങ്ങണെന്നാവോ പഠിച്ചവനറിയാം. ഏതായാലും മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് നിസ്കാരാണല്ലോ.
അപ്പോൾ ഒരു ഭർത്താവിന് സന്തോഷം ഉണ്ടാവേണ്ടത് ഭാര്യ നിസ്കരിച്ച് നോൽമ്പ് ഒറ്റ ഹജ്ജ് ചെയ്ത് സക്കാത്ത് കൊടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അടുക്കൽ ഒരു കൗൺസിലിംഗ് വന്നിരുന്നു. അപ്പോൾ കൗൺസിലിംഗ് വന്നപ്പോൾ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഭാര്യയും ഭർത്താവുമാണ്. ഭർത്താവ് ഗൾഫിൽ ജോലിയാണ്, നല്ല പൈസ ഉണ്ട്. ആകെ മൂപ്പർക്കുള്ള പരാതി ഇവളൊന്ന് നിസ്കരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ്. 3ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുള്ളൂ കേട്ടോ. 3ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുള്ളൂ എന്നുള്ളത് പ്രശ്നമല്ല. പ്രശ്നം എവിടെയാണെന്ന് അറിയങ്ങള്, 3ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ സാഹചര്യം എന്താന്ന് കിട്ടും. നമ്മളാരും നമ്മളെ കുട്ടീനെ 3ാം ക്ലാസ് വരെ പറഞ്ഞയച്ചും കണ്ട് നിർത്തും തോന്നണില്ലല്ലോ. അപ്പൊ ആ വീട്ടിലെ സാഹചര്യം എന്താന്ന് അതിന് കിട്ടും. M.Com ആണ്. M.Com കഴിഞ്ഞിട്ടുണ്ട്, 3ാം ക്ലാസ്സേ മദ്രസ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ സാഹചര്യം എന്താന്ന് കിട്ടും. സാഹചര്യമാണ് നിസ്കരിപ്പിക്കുന്നത്. വാപ്പ നിസ്കരിച്ചാലാണ് മകൾ നിസ്കരിക്കാനുള്ള വയ്യേ. ഇമ്മ നോൽമ്പ് നോൽക്കലാണ് കുട്ടികൾ നോൽമ്പ് നോൽക്കാനുള്ള വയ്യേ. ഉമ്മ വാപ്പാനോട് പെരുമാറണത് കാണലാണ് മോള് ഭർത്താവിനോട് പെരുമാറൽ നേരാവാനുള്ള വയ്യേ. കാണലാണ് ഏറ്റവും പ്രധാനം. കുട്ടികൾ പഠിക്കുകയല്ല ചെയ്യുന്നത്, കുട്ടികൾ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കുടുംബജീവിതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനാണ്. സ്വർഗത്തിലെല്ലാവരും കൂട്ടാണ്, നരകത്തിലെല്ലാവരും കൂട്ടമാണ്. സ്വർഗത്തിൽ ബന്ധുക്കളോടൊപ്പമായിരിക്കണം. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ആരുടെയെങ്കിലും ഏടുകൾ വലതു കൈയിൽ നൽകപ്പെട്ടാൽ, നാളെ മഹ്ശറയിൽ എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ ഒരുമിച്ച് ഓടിക്കുന്ന സ്ഥലത്ത് വലതു കൈയിൽ കിതാബ് കിട്ടിയാൽ, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, ഒരു ചെറിയ വിചാരണ അവൻ നേരിടേണ്ടി വരും. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ അവന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടു കൂടെ എത്തിച്ചേരുന്നതാണ്. സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവുമാണ്. ഇല്ലെങ്കിൽ നരകത്തിലെ ഭാര്യയും ഭർത്താവും ആവേണ്ടി വരും. അതുകൊണ്ട് ഇത് സ്വർഗീയമായ ഒരു അമലാണ് കുടുംബജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുൻകഴിഞ്ഞ മഹത്തുക്കളായ ആളുകളെ ജീവിതത്തിൽ മാധ്യമമാക്കി മുന്നോട്ട് പോവുക, അവരെ അനുകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. അത്രേ വേണ്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ റബ്ബേ, പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ തമ്പുരാനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങളെ ഉഖ്റവിയായ ആലിമീങ്ങളാക്കണേ തമ്പുരാനെ. ഈ സ്ഥാപനത്തെ നീ ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് നയിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആരുടെ പേരിലാണോ ഈ സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത് അവരുടെ ഖബർ ജീവിതം സന്തോഷമാക്കണം തമ്പുരാനെ. സ്വർഗത്തിൽ അവരുടെ ദർജ നീ ഉയർത്തണം തമ്പുരാനെ. അവരുടെ മദദ് ഫൈളാനി കൊണ്ട് ഞങ്ങളുടെ ഈ സദസ്സിനെ നീ ഖബൂലാക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ജൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വതഫറഖനാ മിൻ ബാദിഹി തഫറഖൻ മാസൂമ വലാ തജൽ മിന്നാ വലാ ഫീനാ വലാ മാനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.